കർത്താവിൽ വാത്സല്യമുള്ള സഹോദരി സഹോദരന്മാരെ, ഏവർക്കും വീണ്ടും ക്രിസ്തുവേശുള്ള എൻ്റെ സ്നേഹ വന്ദനങ്ങളെ പ്രകാശിപ്പിക്കുന്നു. മഹാനായ ഏലിയാവിൻ്റെ ജീവിതത്തിൽ നിന്നുള്ള ആത്മീയ പാഠങ്ങളാണ് ഈ ദിവസങ്ങളിലായി നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഏലിയാവ് കെരീത്തിൽ എന്നുള്ള വിഷയത്തിൻ്റെ ഒന്നാം ഭാഗം നമുക്ക് ഒന്നിച്ച് ചിന്തിക്കുവാൻ ദൈവം സംഗതി വരുത്തി. ഇന്ന് ഈ സന്ധ്യയുടെ നിമിഷത്തിൽ വീണ്ടും ആ ഭാഗം തന്നെ ഏലിയാവ് കെരീത്തിൽ എന്നുള്ള ആ പഠനഭാഗത്തിൻ്റെ രണ്ടാം ഭാഗത്തേക്ക് ഞാൻ നിങ്ങളുടെ വിലപ്പെട്ട ശ്രദ്ധയെ ക്ഷണിക്കുകയാണ്. നാം അവിടെ പഠിച്ചു വന്നപ്പോൾ ഇങ്ങനെ പറഞ്ഞു, ദൈവം ഏലിയാവോട് പറഞ്ഞു, നീ കെരീത്തിലേക്ക് പോക, അവിടെ നിന്നെ പോറ്റേണ്ടതിന് കാക്കയോട് ഞാൻ കൽപ്പിച്ചിരിക്കുന്നു. ഇന്ന് ഞാൻ പറയാൻ പോകുന്ന ഈ പാഠ്യപദ്ധതിയിലെ ചില ആത്മീയ ചിന്തകൾ ആദ്യമായി ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്, ഗോഡ് പ്രൊവൈഡ്സ് ഫോർ ഹിസ് സെർവൻസ് ഓൺലി അറ്റ് ദി അപ്പോയിന്റഡ് പ്ലേസ്. ദൈവം നിയമിച്ച സ്ഥലത്ത് മാത്രമേ ദൈവഹിതപ്രകാരം ദൈവത്തിന്റെ ദാസന്മാർക്ക് വേണ്ടി കരുതുകയുള്ളൂ. അവിടെ എന്നുള്ള വാക്ക് ഏറെ ശ്രദ്ധേയമായ വാക്കാണ്. അതായത് കെരീത്തിൽ തന്നെ ആയിരിക്കണം എന്നുള്ളതാണ്. എവിടെയെങ്കിലും പാർത്താൽ അവിടെയെല്ലാം ദൈവം സഹായിക്കാം, തന്റെ പ്രൊവിഷൻ അയക്കാം എന്ന് ദൈവം പറഞ്ഞിട്ടില്ല. ഗോഡ് ക്യാൻ പ്രൊവൈഡ് ഓൺലി അറ്റ് ദി അപ്പോയിന്റഡ് പ്ലേസ്. ദൈവം നിയമിച്ച സ്ഥലത്ത് മാത്രമേ ദൈവം തന്റെ ദാസന്മാരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി തന്റെ ഇഷ്ടപ്രകാരം ക്രമീകരണം ചെയ്യുകയുള്ളൂ. അവിടെ എന്നുള്ള വാക്ക് പറയുന്നതിന്റെ ഒരു കാരണം, ഒരു പക്ഷെങ്കിൽ ഏലിയാവിന്റെ മനസ്സിൽ വേറെ എവിടെയെങ്കിലും പോയി ഇരിക്കാനുള്ള ഒരു പദ്ധതി അദ്ദേഹം ആവിഷ്കരിച്ചിരുന്നുവോ എന്നുമുള്ള സംശയമുണ്ട്. പക്ഷെ അങ്ങനെയല്ല. ദൈവം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വേണ്ടി ഒരുക്കുന്ന ദൈവികമായ അത്ഭുതങ്ങളെ നമ്മുടെ ജീവിതത്തിൽ കണ്ടറിയാൻ നമുക്ക് സാധിക്കണമെങ്കിൽ ഒരു വിശ്വാസി അവൻ എവിടെ ആയിരിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നുവോ അവിടെ അവനായിരിക്കേണ്ടതാണ്. അപ്പോഴാണ് ദൈവത്തിന്റെ കരുതൽ നമുക്ക് സത്യമായ നിലയിൽ മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. അങ്ങനെ ദൈവം തന്റെ ദാസന് വേണ്ടി കരുതുവാൻ ഒരുക്കിയിരിക്കുന്ന സ്ഥലത്ത് കെരീത്തിൽ അവൻ അറിയാൻ വയ്യാത്ത മാർഗത്തിലൂടെ ദൈവം തന്റെ കരുതലുകളെ ക്രമീകരണം ചെയ്തിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. ചില ദൈവദാസന്മാരായ ആളുകൾ എളിയ ചില സ്ഥലങ്ങളിൽ ദൈവത്തിനു വേണ്ടി വളരെ പ്രയോജനപ്പെട്ടു വരികയും ദൈവം അവരുടെ ആവശ്യങ്ങളെ അവിടെ അവർക്ക് സുലഭമായി പ്രൊവൈഡ് ചെയ്യുകയും ചെയ്യുന്നത് തിരിച്ചറിയാൻ കഴിയാതെ അതിനേക്കാൾ മെച്ചമായ സ്ഥലങ്ങൾ അന്വേഷിച്ച്, നീരോട്ടം കൂടുതലുള്ള സ്ഥലങ്ങൾ അന്വേഷിച്ച് മാറിപ്പോകുവാൻ വ്യഗ്രതപ്പെടുന്ന പല ആളുകളെയും നമുക്ക് കാണുവാൻ സാധിക്കും. അങ്ങനെയല്ല, ദൈവം നാം എവിടെയായിരിക്കണമെന്ന് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നുവോ ആ സ്ഥലത്താണ് നാം ആയിരിക്കേണ്ടത്. ഒരുപക്ഷെങ്കിൽ സാഹചര്യം അനുകൂലമായിരിക്കുകയില്ല. എന്നാൽ അനുകൂലമല്ലാത്ത സാഹചര്യത്തിലും സാഹചര്യങ്ങളുടെ സമ്മർദ്ദങ്ങൾക്ക് അതീതമായി നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി കരുതുവാൻ കഴിയുന്ന ഒരു ദൈവമാണ് നമ്മളെ അയക്കുന്നതെങ്കിൽ ഗോഡ്സ് പ്രൊവിഷൻ വിൽ നെവർ ലാക്ക് എന്നാണ് ദൈവവചനത്തിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇത് ഒന്നാമത്തെ ചിന്ത. രണ്ടാമതായി, കാക്കകൾ ഏലിയാവിന് കൊടുത്ത ഭക്ഷണം അപ്പവും ഇറച്ചിയായിരുന്നു. അതേസമയത്ത് തന്നെ ഈ ഇസബേലും ആഹാബും ദൈവത്തിന്റെ പ്രവാചകന്മാരെ വാളിന്റെ വായ്ത്തലയാൽ കൊന്നൊടുക്കുമ്പോൾ 50 പേരെ ഗുഹയിൽ അടച്ച് ആരും അറിയാതെ അവർക്ക് അപ്പവും വെള്ളം കൊടുത്ത് അവരെ പോറ്റിപ്പുലർത്തിയ ഓബദ്യാവിനെ കുറിച്ച് വായിക്കുന്നുണ്ട്. പ്രവാചകനായ ദൈവപുരുഷനായിരിക്കുന്ന ഓബദ്യാവ് ദൈവത്തിന്റെ പ്രവാചകന്മാരെ ഗുഹയിൽ അടച്ച് അവർക്ക് ആവശ്യമായ അപ്പവും വെള്ളവും കൊടുക്കുന്ന സമയത്ത് അതിനേക്കാൾ ശ്രേഷ്ഠമായ ഭോജനമാണ് ദൈവത്തിന്റെ മികവുറ്റ പ്രവാചകനായ ഏലിയാവിന് കാക്ക മുഖാന്തരം ദൈവം കൊടുത്തു. ഈ വിഷയത്തിൽ പറയുമ്പോൾ ഓബദ്യാവിനേക്കാൾ മെച്ചമാണ് കാക്ക. കാരണം ദൈവത്തിന്റെ കൽപ്പനപ്രകാരമാണ് കാക്ക ഏലിയാവിന് അവിടെ ആഹാരം കൊടുത്തത് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നുണ്ട്. ഇത് നമ്മുടെ ജീവിതത്തിലെ അനുഗ്രഹിക്കപ്പെട്ട മറ്റൊരു ചിന്തയാണ്. ദൈവം അത്ഭുതകരമായി തന്റെ മക്കളുടെ ആവശ്യങ്ങളെ എപ്രകാരം നിവർത്തിക്കുന്നു, അല്ലെങ്കിൽ ആരിലൂടെ നിവർത്തിക്കുന്നു, എങ്ങനെ നിവർത്തിക്കുന്നു എന്നതിലേക്കുള്ള ധാരാളം ദൃഷ്ടാന്തങ്ങൾ സുവിശേഷത്തിന്റെ വയൽ പ്രദേശത്ത് ആത്മാർത്ഥമായി വേല ചെയ്യുന്ന പല ദൈവദാസന്മാരുടെയും ജീവിതത്തിൽ അവർ അനുഭവിച്ചറിഞ്ഞിട്ടുള്ളത് പലരും സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട്. എൻ്റെ ജീവിതത്തിൽ ഒരുപാട് അനുഭവങ്ങൾ അങ്ങനെയുണ്ട്. ഈ അനുഭവങ്ങളെക്കുറിച്ച് പറയുമ്പോൾ പക്ഷേ ചില ആൾ ചിന്തിക്കും, ഞാൻ പെന്തക്കോസ്തുകാരനാണ് ഒന്ന്.
പെന്തക്കോസ്തുകാരനായിട്ടല്ല, ദൈവം നേരിട്ട് ഏർപ്പെട്ട് പ്രതീക്ഷയുടെ ചില കരങ്ങൾ മടങ്ങുകയും അപ്രതീക്ഷ മടങ്ങുകയും ആശ വൈകിപ്പോവുകയും വറ്റിപ്പോവുകയും ചെയ്ത സാഹചര്യങ്ങളിൽ അപ്രതീക്ഷിതമായ മാർഗങ്ങളുടെ ദൈവം നടത്തിയ അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യങ്ങൾ പലതും ജീവിതത്തിലുണ്ട്. ഒരിക്കൽ ഒരു ദൈവദാസനായിരുന്ന ക്രൂമേക്കർ എന്ന് പറയുന്ന ഒരു ആംഗലേയ എഴുത്തുകാരൻ അദ്ദേഹം പറഞ്ഞിട്ടുള്ളൊരു സംഭവം ഈ സമയത്ത് ഞാൻ ഓർക്കുകയാണ്. അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു, ഒരു മനുഷ്യന് ഒരു ഗവൺമെന്റിലേക്ക് ഒരു ചെറിയ തുക അദ്ദേഹത്തിന് കടമെടുത്തത് അടയ്ക്കാനുണ്ടായിരുന്നു. പക്ഷേ അടയ്ക്കുവാൻ അദ്ദേഹത്തിന് നിർവാഹം ഇല്ലായിരുന്നു. അതിന് ആ തുക അടയ്ക്കുവാൻ അദ്ദേഹത്തിന് നിർവാഹമില്ലാഞ്ഞിട്ട് ഗവൺമെന്റ് അദ്ദേഹത്തിന്റെ വസ്തുവകൾ കണ്ടുകെട്ടാനായിട്ട് അദ്ദേഹത്തിന് നോട്ടീസ് കൊടുത്ത് താൻ വളരെയധികം ഭയചകിതനായി കഴിയുന്ന ഒരു ദിവസം വളരെ മനോഭാരത്തോടെ താൻ തന്റെ വീട്ടുവാതിൽക്കിലിരിക്കുകയായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു ദിവസം രാവിലെ ദുഃഖത്തോടും മനോഭാരത്തോടും താൻ ഇരിക്കുമ്പോൾ ഒരു ചെറിയ പക്ഷി തന്റെ തലയ്ക്ക് മീതെ പറന്നു വന്ന് തന്റെ വീട്ടിന്റെ അകത്ത് കയറി ആ വീട്ടിലുള്ള ഒരു അലമാരയുടെ മുകളിലിരുന്നു. അത് എന്തെന്നറിയാവോ, ആ പക്ഷിയെ ഓടിച്ചെന്ന് പിടിച്ച് അതിനെ ഒരു കൂട്ടിനകത്താക്കി ആ വീടിനകത്ത് അടച്ചു. എന്നാൽ ആ കൂട്ടിനകത്താക്കി ഈ പക്ഷിയെ അടച്ചു കഴിഞ്ഞപ്പോൾ ആ പക്ഷി എന്ത് ചെയ്യുന്നറിയോ, മനോഹരമായി പാടുവാൻ ആരംഭിച്ചു. മനോഹരമായ പാട്ട്, എവിടെയോ ആളുകൾ വളർത്തിയിരുന്നൊരു പക്ഷിയാണ്. മനോഹരമായ പാട്ട് പാടാൻ ആരംഭിച്ചു. അത് പാടുവാൻ തനിക്ക് വളരെ പ്രിയങ്കരമായ ഒരു പ്രത്യേക പാട്ടിന്റെ ട്യൂണിൽ ഈ പക്ഷി ആ ശബ്ദം പുറപ്പെടുവിക്കുന്നതായിട്ടാണ് ഈ ദരിദ്രനായിരിക്കുന്ന അല്ലെങ്കിൽ ക്ഷീണിതനായി തീർന്ന ഈ മനുഷ്യന് തോന്നിയത്. അന്ധകാരം സ്വേച്ഛാധിപത്യം നടത്തുന്ന നാളിലും നീ ഭയപ്പെടരുത് എന്നാരംഭിക്കുന്ന മനോഹരമായ ഒരു ആംഗലേയ പാട്ടുണ്ട്. ആ പാട്ടിന്റെ ട്യൂണിലാണ് ഈ പക്ഷി മനോഹരമായി അവിടെ പാടിയത്. ഈ പാട്ട് കേട്ടപ്പോൾ പെട്ടെന്ന് അദ്ദേഹത്തിന് ആ ഓർമ്മ വന്നു. അതായത് അന്ധകാരം സ്വേച്ഛാധിപത്യം നടത്തുന്ന നാളുകളിലും ദൈവം നമുക്ക് വേണ്ടി നടന്നാളിലും നീ ഭയപ്പെടരുത് എന്നാരംഭിക്കുന്ന മനോഹരമായ പാട്ട്. പെട്ടെന്ന് ആരോ വാതിൽക്കൽ മുട്ടുന്നതായി അദ്ദേഹത്തിന് അനുഭവപ്പെട്ടു. അദ്ദേഹം ചിന്തിച്ചു, ഗവൺമെന്റ് ഉദ്യോഗസ്ഥൻ അദ്ദേഹത്തിന്റെ വസ്തുവകൾ നടത്തിയെടുക്കാൻ വേണ്ടി വരികയാണ് എന്ന് വിചാരിച്ച് അദ്ദേഹം ഈ വീടിന്റെ വാതിൽക്കൽ വന്ന് മുട്ടുമ്പോൾ ഒരു സ്ത്രീ വീട്ടുവാതിൽക്കൽ വന്ന് മുട്ടിട്ട് ചോദിച്ചു, ഇവിടെ നിങ്ങളുടെ വീട്ടിലേക്ക് ഒരു പക്ഷി പറന്നു കയറിയോ എന്ന് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, പറന്നു കയറി. ആ പക്ഷി എന്റെ വീട്ടിലെ ഞാൻ ട്രെയിൻ ചെയ്തിട്ടുള്ളൊരു പക്ഷിയാണ്, ഞാൻ വളർത്തിക്കൊണ്ടുവന്ന വളരെ വിലപിടിപ്പുള്ളൊരു പക്ഷിയാണ്, അതിനെ ഇങ്ങനെ മടക്കി തരണമെന്ന് പറഞ്ഞു. അദ്ദേഹം എന്തറിയാവോ, ഈ പക്ഷിയെ എടുത്തുകൊണ്ട് ഈ സ്ത്രീയുടെ കയ്യിൽ കൊണ്ടുകൊടുത്തു. അവർ സന്തോഷത്തോടെ ഈ പക്ഷിയെ കൊണ്ട് അവളുടെ വീട്ടിലേക്ക് പോയി. അല്പം കഴിഞ്ഞപ്പോൾ അവിടെ വീട്ടിൽ ജോലിക്ക് നിൽക്കുന്ന ജോലിക്കാരന് വേഗത്തിൽ ഈ മനുഷ്യന്റെ വീട്ടിൽ വന്ന ശേഷം പറഞ്ഞു, വളരെ വില കൊടുത്ത് വർഷങ്ങളായി വാങ്ങി ഈ പ്രിയപ്പെട്ട വനിതയുടെ വീട്ടില് ട്രെയിൻ ചെയ്ത് മനോഹരമായ ഗാനങ്ങൾ ആലപിക്കാൻ ട്രെയിൻ ചെയ്ത് പരിശീലനം നൽകി സൂക്ഷിച്ചിരിക്കുന്ന ഒരു ചെറുപക്ഷിയായിരുന്നു അതിനെ നഷ്ടപ്പെടാതെ മടക്കി കൊടുക്കിയാൽ എന്റെ യജമാനത്തി അങ്ങേക്ക് തരാൻ വേണ്ടി തന്നിരിക്കുന്ന ഒരു ചെറിയ കൂട്ടായ്മയാണിത്, വാങ്ങണം എന്ന് പറഞ്ഞ് എൻവലപ്പ് കൈ കൊടുത്തു. അതിനെക്കുറിച്ച് ക്രൂമേക്കർ പറയുന്നത് ഇങ്ങനെയാണ്, ആ ദൈവദാസൻ പറഞ്ഞിരിക്കുന്നത് അത് എണ്ണി നോക്കിയപ്പോൾ ഒട്ടും കൂടുതലോ കുറവോ ഇല്ലാതെ തനിക്ക് ഗവൺമെന്റിലേക്ക് അടയ്ക്കാനുള്ള പൈസ കൃത്യമായിട്ട് കവറിലുണ്ടായിരുന്നു എന്നാണ്. ദൈവത്തിന്റെ കരുതലുകൾ എത്രയും ശ്രേഷ്ഠവും എത്രയും വലുതുമാണ്. അത് ഞാൻ നിങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടിരിക്കുന്നു. ദേശത്ത് മഴ പെയ്യായികയാൽ കുറെ ദിവസം കഴിഞ്ഞ ശേഷം തോട് വറ്റിപ്പോയെന്നാണ് വായിക്കുന്നത്. ഒരു ദിവസം കൊണ്ട് ഒരു രാത്രി കൊണ്ട് തോട് വറ്റിയെന്നല്ല, ക്രമേണ തോട്ടിലെ വെള്ളം കുറഞ്ഞു വരികയും, അതൊരു നദിയല്ല തോടാണ്, തോട്ടിലെ വെള്ളം കുറഞ്ഞു വരികയും അങ്ങനെ ചില ദിവസങ്ങൾക്കുള്ളിൽ തോട് വറ്റിപ്പോവുകയും ചെയ്യും. ഇവിടെ പ്രവാചകന്റെ ജീവിതത്തില് പ്രതിസന്ധി ഉണ്ടായത് കാക്കകളോട് ബന്ധമല്ല. കാക്കകൾ രാവിലെയും വൈകിട്ടും വരുമായിരുന്നു, അപ്പവും ഇറച്ചിയും കൊണ്ടുവരുമായിരുന്നു. എന്നാൽ പ്രശ്നമുണ്ടായത് തോടിനോട് ബന്ധമാണ്. വാസ്തവത്തിലെ പ്രവാചകൻ ചിന്തിച്ചത് കാക്ക ഒരു ജീവജന്തുവിൽപ്പെട്ട ഒരു പക്ഷിയായതുകൊണ്ട് ഒരു പക്ഷെങ്കിൽ കാക്കയുടെ വരവ് നിലച്ചു പോയേക്കാം, അങ്ങനെ വന്നാൽ വെള്ളം കുടിച്ചെങ്കിലും ജീവിക്കാമല്ലോ എന്ന് വെച്ച് തോടിനെ കുറിച്ച് തനിക്ക് പ്രതീക്ഷയേറെ ഉണ്ടായിരുന്നു. എന്നാൽ കാക്കയെക്കുറിച്ച് കമ്പാരിറ്റീവ്ലി പ്രതീക്ഷ വളരെ കുറവായിരുന്നിരിക്കണം. നേരെ തിരിച്ചാണ് ജീവിതത്തിൽ സംഭവിച്ചത്. കാക്കയുടെ വരവ് നിന്നു പോയാൻ സാധ്യത ഉണ്ടായാലും തോട് വറ്റുകയില്ല എന്ന് പ്രതീക്ഷിച്ച പ്രവാചകന്റെ പ്രതീക്ഷയ്ക്ക് നേരെ വിപരീതമായി കാക്ക വരികയും എന്നാൽ തോട് വറ്റിപ്പോവുകയും ചെയ്തു. നമ്മളൊക്കെ പലപ്പോഴും നമ്മുടെ ജീവിതത്തിന്റെ ആശ്രയം മറ്റുള്ള ആളുകൾ വയ്ക്കുന്നവരാണ്. നമ്മൾ ചില സാഹചര്യം ചിന്തിക്കുക, ഇന്നയാൾ എന്നെ കൈവിടുകയില്ല, ഇന്നയാൾ എന്നെ സഹായിക്കും, ഇന്നയാൾ എന്റെ ആവശ്യങ്ങൾ എന്നോട് കൂടെ നിൽക്കും, എനിക്ക് വേണ്ടുന്ന നിലയിൽ പ്രവർത്തിക്കും, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കും എന്നൊക്കെ ചിന്തിച്ചാൽ ഒരുപക്ഷെങ്കിൽ ആ പ്രൊവിഷൻ ആയിരിക്കാം ദൈവം സ്റ്റോപ്പ് ചെയ്യുന്നത്. തകരാറുണ്ടാവുകയില്ല എന്ന് ചിന്തിക്കുന്ന മാർഗത്തിൽ തകരാറുണ്ടാവുകയും തകരാറുണ്ടാകും എന്ന് ചിന്തിക്കാൻ സാധ്യതയില്ലാത്ത സ്ഥലത്ത് ഉണ്ടാകാതിരിക്കുകയും ചെയ്യുന്നു.
ഇങ്ങനെയുള്ള സാഹചര്യങ്ങളാണ് പലപ്പോഴും ജീവിതത്തിൽ ഉണ്ടാകുന്നത്. അതായത് ഇങ്ങനെയുള്ള രണ്ട് മനോഭാവങ്ങളും മനുഷ്യരായ നമ്മുടെ ഹൃദയങ്ങളിൽ പലപ്പോഴും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഏതായാലും ഇവിടെ വായിക്കുന്ന കരിയത്തിലെ തോട് വറ്റിപ്പോയി എന്നുള്ളതാണ്. ഇങ്ങനെയുള്ള പല തോടുകളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെന്നാണ് ദൈവവചനം വായിക്കാൻ മനസ്സിലാക്കാൻ കഴിയുന്നത്. അതായത് നാം ആശ്രയിക്കുന്ന, നാം അനുഭവിക്കുന്ന, ഒരു പക്ഷെങ്കിൽ പ്രതീക്ഷ വയ്ക്കുന്ന, പ്രത്യാശ വയ്ക്കുന്ന, നമ്മുടെ ആശയുടെ അല്ലെങ്കിൽ പ്രതീക്ഷയുടെ ചില തോടുകൾ എല്ലാ ദൈവമക്കളുടെയും ജീവിതങ്ങളുമുണ്ട്. അതൊരു പക്ഷെങ്കിൽ നമ്മുടെ കുടുംബമാകാം, നമ്മുടെ സ്നേഹിതന്മാരാകാം, നമ്മുടെ വസ്തുക്കളാകാം, നമ്മുടെ ആരോഗ്യമാകാം, നമ്മുടെ സൗന്ദര്യമാകാം, നമ്മുടെ മക്കളാകാം, നമ്മുടെ പ്രിയപ്പെട്ടവരായിരിക്കാം, ഇവരൊക്കെ ആവാം. ആ പ്രതീക്ഷകളൊക്കെ മങ്ങിപ്പോകും. ജീവിതത്തിൽ ഒരു മനുഷ്യനും തൻ്റെ പ്രതീക്ഷ ദൈവത്തിലൊഴികെ ഭാര്യയിലോ മക്കളിലോ ബന്ധുക്കളിലോ സഹോദരന്മാരിലോ സഹോദരിമാരിലോ ആരോഗ്യത്തിലോ സൗന്ദര്യത്തിലോ ജോലിയിലോ മറ്റ് യാതൊരു കാര്യങ്ങളിലോ കുടുംബങ്ങളിലോ വസ്തുവകളിലോ ആകരുത്. അതൊന്നും ശാശ്വതമല്ല എന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു. അതൊന്നും നമുക്ക് ശാശ്വതമായി നമുക്ക് ചിന്തിക്കാൻ കഴിയില്ല. ഭൗമിക ദാനങ്ങൾ അയഞ്ഞ കൈകൊണ്ട് മാത്രമേ പിടിക്കാവൂ എന്ന് ഒരു ഭക്തൻ പറഞ്ഞിട്ടുണ്ട്. വളരെ അയവുള്ള കൈകൊണ്ട് മാത്രമേ ഭൗതിക ദാനങ്ങളെ പിടിക്കാവൂ. കാരണം അത് ഏത് സമയത്തും വഴുതി പോകാൻ സാധ്യതയുണ്ട്. ഒരിക്കലും നമുക്ക് അവയിൽ ആശ്രയിക്കുവാൻ സാധിക്കില്ല. ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ആത്മീക ജീവിതത്തിൽ ഈ ഏലിയാവിന്റെ രൂപത്തിൽ അഗാധമായ ചില നല്ല ചിന്തകളാണ്. ഭൗതികമായ ദാനങ്ങൾ അയഞ്ഞ കൈകൊണ്ട് പിടിക്കുക, മുറുകെ പിടിക്കരുത്. കാര്യം ഇന്ന് ഒരു പക്ഷെങ്കിൽ നമ്മുടെ കയ്യിൽ വരുന്നത് നാളെ രാവിലെ നമ്മുടെ കയ്യിൽ നിന്ന് ചാടിപ്പോകാൻ സാധ്യതയുണ്ട്. ഇന്നലെ വരെ നമ്മളോട് സ്നേഹമായി ഇടപെട്ടവർ നാളെ നമ്മുടെ ശത്രുക്കളായി മാറാൻ സാധ്യതയുണ്ട്. ഇന്നലെ വരെ നമ്മളെ സഹായിച്ചവർ ഒരു പക്ഷെങ്കിൽ കൈ മലർത്തിയിട്ട് ഒരിക്കലും ഒരു സഹായം ചെയ്യാതിരിക്കുന്ന ജീവിത സാഹചര്യങ്ങൾ ഉണ്ടാവാം. ഇന്നലെ വരെ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞവർ നമ്മെ മുഖം തിരിച്ച് ഒരു പക്ഷെങ്കിൽ കാണിക്കാത്ത അവസരം ഉണ്ടായാം. ഇതൊക്കെ ദൈവത്താൽ തന്നെ സംഭവിക്കുന്നതാണ്. മനുഷ്യൻ ചെയ്തു എന്ന് ചിന്തിക്കേണ്ട. ഏലിയാവിന്റെ ഈ അനുഭവത്തിലുള്ള മറ്റൊരു പാഠം, വിശ്വാസ ജീവിതത്തിൽ മാറ്റങ്ങൾ സംഭവിക്കുക എന്നുള്ളത് സാധാരണയാണ്. The circumstances in the life of a Christian can be changed at any time. ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഏത് സമയത്തും സംഭവിക്കാനില്ല. സംഭവിച്ചെന്ന് വരാവുന്നതാണ്. എന്നാൽ സാധാരണയാണ്, ആവശ്യവുമാണ്. മാറ്റങ്ങൾ ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. അതായത് ഒരു ക്ലാസ്സിലെ പാഠങ്ങൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ അടുത്ത ക്ലാസ്സിലെ പാഠങ്ങൾ പഠിക്കാൻ, അതിലേക്ക് പ്രവേശിക്കുക, പുതിയ പാഠങ്ങൾ പഠിക്കുക. അതാണ് ദൈവം നമ്മെ പഠിപ്പിക്കുന്ന പാഠശാലയുടെ പ്രത്യേകത. അല്ല ഒരേ പാഠശാലയിൽ തന്നെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയല്ല. ഒരനുഗ്രഹം ഒരാളിൽ നിന്ന് നിരന്തരമായി കിട്ടിക്കൊണ്ടിരിക്കുമ്പോൾ അത് അനുഗ്രഹമായി അംഗീകരിക്കാൻ പലപ്പോഴും നമുക്ക് സാധിക്കുകയില്ല എന്നുള്ളത് മാനുഷികമായൊരു സ്വഭാവമാണ്. ഒരാൾ അപ്രതീക്ഷിതമായി നമുക്കൊരു ഗിഫ്റ്റ് തന്നു, അതിനെ നമ്മളൊരു അനുഗ്രഹമായി കണക്കാക്കി. എന്നാൽ ഒരാൾ സ്ഥിരമായൊരു ഗിഫ്റ്റ് തരുമ്പോൾ അതിന് അനുഗ്രഹമായി കണക്കാക്കാൻ പലപ്പോഴും മാനുഷ്യ ബുദ്ധി കൊണ്ട് മനുഷ്യന് കഴിയാതെ പോകുന്നു. അതായിരുന്നുവോ ഇവിടെ ഏലിയാവിന് സംഭവിച്ചത് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതായിട്ടിരിക്കുന്നു. കെരീത്തിലെ തോട്ടിൽ ധാരാളം വെള്ളമുണ്ട്. കാക്ക രാവിലെയും വൈകിട്ടും വരും അപ്പുറച്ചിയുമായി സകല സുഭിക്ഷതയിലും ഇങ്ങനെ കഴിയുകയാണ്. അങ്ങനെ വരുമ്പോൾ ഒരു പക്ഷെങ്കിൽ അതിനെ ഒരു ദൈവികമായി അനുഗ്രഹമായി കാണാൻ ഈ പ്രവാചകന് കഴിയാതെ പോയോ എന്ന് സംശയിക്കുന്ന സാധ്യതയുണ്ട്. പക്ഷെ അതുകൊണ്ട് നിരന്തരമായ മാറ്റങ്ങൾ കൂടെ ദൈവം നമ്മെ നടത്തിക്കൊണ്ടു പോകും. ഇന്നലെ നമ്മെ സഹായിച്ച മാർഗമായിരിക്കില്ല ഇന്ന് ദൈവം നമ്മെ സഹായിക്കുന്ന മാർഗം. ഇന്നലെ കരുതിയ മാർഗത്തിലൂടെ ആയിരിക്കില്ല ഇന്ന് നമ്മെ കരുതുന്ന മാർഗം. വിശ്വാസത്തിന്റെ വേലയിൽ നാം ആയിരിക്കുന്ന സമയത്ത് നമ്മുടെ ജീവിതത്തിലെ മാറ്റങ്ങൾ ഉൾക്കൊള്ളുവാൻ നമ്മെ പഠിപ്പിക്കേണ്ടതിന്റെ മാറ്റങ്ങൾ ദൈവം ജീവിതത്തിൽ നൽകും. ആ മാറ്റങ്ങളെ മനസ്സിലാക്കാൻ കഴിയും. ചൂടിലും തണുപ്പിലും സൂര്യപ്രകാശത്തിലും ഉപദ്രവങ്ങളിലും രാത്രിയിലും പകലിലും കാർമേഘങ്ങളിലും പിന്നെ ജീവിതത്തിന്റെ എല്ലാ പ്രതികൂലങ്ങളുടെയും പ്രതിസന്ധിയുടെയും സാഹചര്യങ്ങളിൽ കൂടി ഒക്കെ ദൈവം നമ്മെ കടത്തിക്കൊണ്ടു പോകും. എന്തറിയാമോ? വിശ്വാസത്തിന്റെ പരിശോധനയിൽ കൂടി നാം കടക്കേണ്ടത് ആവശ്യമാകുന്നു എന്നാണ് പരിശുദ്ധാത്മാവായ ദൈവം പറയുന്നത്. വിശ്വാസം ശോധന ചെയ്യപ്പെട്ടത് ആവശ്യമാണ്. ഓരോ വിശ്വാസിയുടെയും വിശ്വാസത്തെ ശോധന ചെയ്യേണ്ടത് വളരെ ആവശ്യമാണ്. തോട്ടിലെ വെള്ളം എക്കാലം ഒഴുകിക്കൊണ്ടിരുന്നാൽ ഏലിയാവിന്റെ വിശ്വാസം ബലഹീനമായിട്ടേ അവശേഷിക്കുകയുള്ളൂ എന്ന് ദൈവത്തിനറിയാം. ദൈവത്തിന് നന്നായിട്ട് അറിയുന്നത് എപ്പോഴും തോട്ടിൽ വെള്ളം ഇങ്ങനെ ഒഴുകിക്കൊണ്ടേ ഇരിക്കുകയാണെങ്കിൽ ഏലിയാവിന്റെ വിശ്വാസം ബലഹീനമായി തീരും, അതിശക്തമായി തീരുക. എന്നാൽ വെള്ളം വറ്റി തുടങ്ങുമ്പോൾ ദൈവം മറ്റൊരു മാർഗം കരുതിക്കൊള്ളും എന്ന് കാണുവാൻ എണ്ണുവാൻ ഒരു സാക്ഷാൽ ഭക്തന് കഴിയും. ഇന്നലെ വരെ ഒഴുകിയ വെള്ളം ഇന്ന് രാവിലെ അത് കാണാൻ കഴിയാതെ ആ തോട് വറ്റിപ്പോയാൽ ഇന്നലെ വരെ എന്നെ സമൃദ്ധിയായി ഈ തോട്ടിൽ നിന്ന് കുടിപ്പാൻ പ്രാപ്തനാക്കിയ ദൈവം എനിക്ക് വേണ്ടി വേറൊരു മാർഗം കരുതിക്കൊള്ളും എന്ന് വിശ്വസിക്കുവാനും
ആ ദൈവത്തിൽ ആശ്രയിക്കുവാനും പ്രവാചകന് സഹായകമായി തീരും എന്നുള്ളതുകൊണ്ട് തോട്ടിലെ വെള്ളം വറ്റിപ്പോയി എന്നാണ് നമ്മൾ വായിക്കുന്നത്. ഇവിടെ ഞാൻ ആവർത്തിച്ചോർപ്പിക്കാൻ ആഴ്ച വിഷയം, വെള്ളം തോട്ടിൽ താഴുന്നതനുസരിച്ച് പ്രവാചകന് കൂടുതൽ ചിന്താക്കുഴപ്പം ഉണ്ടായിക്കൊണ്ടേ ഇരുന്നിരുന്നു എന്ന് വേണം കരുതുവാൻ. പ്രിയ വിശ്വാസിയെ, ദൈവമക്കളെ, ഞാൻ ഓർപ്പിക്കട്ടെ, നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ, എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ, അതായത് ഇതേ വഴിയെ ഞാനും നിങ്ങളും പോകുന്നവരാണ്. അതായത് നാം കർത്താവിന്റെ ഇഷ്ടത്തെക്കുറിച്ചുള്ള നിർണയത്തോടുകൂടെ ഒരു പാതയിൽ കൂടെ പോവുകയും കുറച്ചു കാലത്തേക്ക് എല്ലാം മംഗളമായി നടന്നുകൊണ്ടിരിക്കുകയും ചെയ്യുമായിരുന്നു. പക്ഷേ കുറെ കഴിയുമ്പോൾ സ്ഥിതിഗതികളൊക്കെ വഷളായി നേരെ എതിരായി വരുന്നൊരു സാഹചര്യം ഉണ്ടാകുമ്പോൾ നമുക്ക് സംശയങ്ങൾ നമ്മുടെ ഹൃദയങ്ങളിൽ ജനിക്കുക സാധ്യമാണ്. എന്നാൽ ആ സംശയങ്ങൾക്ക് മീതെ നിൽക്കുന്ന ദൈവം പറയുകയാണ്, ഒരു വഴി അടഞ്ഞുപോയാൽ മറ്റൊരു മാർഗം തുറക്കേണ്ടത് ദൈവം തന്നെയാണ്. ദൈവം തന്ന ഒരു മാർഗം ഒരു സുപ്രഭാതത്തിൽ അടഞ്ഞുപോയാൽ അതിനേക്കാൾ ശ്രേഷ്ഠമായ മറ്റൊരു മാർഗം ദൈവം നമുക്കായി തുറന്നിട്ട് നമ്മെ അതിശ്രേഷ്ഠമായ നിലയിൽ നടത്തുവാൻ, നമ്മെ പരിപാലിക്കുവാൻ വിശ്വസ്തനാണ് നമ്മുടെ ദൈവം എന്നാണ്. പരിശോധന കൂടുതലും കഠിനമായ ജീവിത അനുഭവങ്ങളിൽ കൂടി ദൈവം നമ്മെ കടത്തിവിടാറുണ്ട്. മാത്രമല്ല, പ്രകൃത്യാദി ഇവിടെ ഒരു ദൈവദാസൻ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്, ഞാൻ ആ ഭാഗം വായിച്ചു കേൾപ്പിക്കാം. തോട് സാവധാനത്തിലും സാധാരണഗതിയിലും വറ്റിപ്പോയത് കൊണ്ട് ഏലിയാവിന്റെ വിശ്വാസത്തിന്റെ പരിശോധന കൂടുതൽ കഠിനമായിരുന്നു എന്നാണ്. പെട്ടെന്ന് പറ്റിപ്പോവുകയായിരുന്നെങ്കിൽ വ്യത്യസ്തമായ വേറൊരു വീക്ഷണം കൊണ്ട് അദ്ദേഹം ചിന്തിക്കുമായിരുന്നു. പക്ഷേ സാവധാനത്തിൽ സാധാരണ നിലയിൽ വറ്റിപ്പോയപ്പോൾ ഏലിയാവിന്റെ വിശ്വാസത്തിന്റെ പരിശോധന കൂടുതൽ കഠിനമായി തീർന്നു. ഈ അരുവിയുടെ ഒഴുക്ക് പെട്ടെന്നും പ്രകൃത്യാതീതമായ വിധത്തിലും നിന്നുപോയിരുന്നുവെങ്കിൽ കർത്താവിന്റെ കയ്യെ ഇതിൽ കാണുവാൻ ഒരു ബുദ്ധിമുട്ടും അദ്ദേഹത്തിന് ഉണ്ടാകുമായിരുന്നില്ല. നമ്മുടെ ജീവിതത്തിലെ പരിശോധനകളുടെ ഒഴുക്ക് ഞാനും നിങ്ങളും പ്രതീക്ഷിക്കുന്ന മാർഗത്തിലൂടെയോ പ്രതീക്ഷിക്കുന്ന അളവിലോ അല്ല. ദൈവം ഏതൊരു പരിശോധന നമ്മുടെ ജീവിതത്തിൽ അനുവദനീയമാകുവാൻ ദൈവം ആഗ്രഹിക്കുന്നു, അതിന്റെ കാഠിന്യത്തിലാണ് ആ പരിശോധനകളെ ദൈവം നമ്മുടെ ജീവിതത്തിൽ നൽകുന്നത് എന്ന് ഞാൻ നിങ്ങൾ മനസ്സിലാക്കണം. പക്ഷേ വേദോത്സവം വളരെ വ്യക്തമായി പറയുന്നു, നമുക്ക് സഹിപ്പാൻ കഴിയണമെന്ന് മീതെ യാതൊരു പരീക്ഷയും ദൈവം നൽകുന്നില്ല. അങ്ങനെ പരീക്ഷ ദൈവം നൽകിയാൽ ആ പരീക്ഷയിലൂടെ അവൻ പോക്കുവഴിയെ നൽകുന്നവനാണ്. ജീവിതത്തിലെ എത്രയോ പ്രതിസന്ധികൾ നിറഞ്ഞ ജീവിത മേഖലയിൽ കൂടെ ഞാൻ നിങ്ങളും കടന്നുപോയിട്ടുണ്ട്. നമ്മെ സ്നേഹിച്ച, നാം ആശ്രയിച്ച, നമുക്ക് ബലമായിരുന്ന, നമുക്ക് പിന്തുണയായിരുന്ന, നമുക്ക് സഹായകമായിരുന്ന, നമുക്ക് ആശ്വാസമായിരുന്ന ജീവിത സാഹചര്യങ്ങളെ അപ്രതീക്ഷിതമായ മണിക്കൂറുകളിൽ ദൈവം നമ്മൾ നടത്തി മാറ്റുമ്പോൾ സംശയങ്ങളുടെ വലിയൊരു കൂമ്പാരം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. വൈ ഗോഡ് ഡസ് ദിസ് ഇൻ മൈ ലൈഫ്? ദൈവം എന്തുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ ചെയ്യുന്നു? ദൈവം അങ്ങനെ ചെയ്യുന്നെങ്കിൽ ദൈവത്തിന് അതിനേക്കാൾ മെച്ചമായ വേറൊരു പദ്ധതി നമ്മെക്കുറിച്ച് ഉണ്ട് എന്ന് ദൈവം നമ്മെ പഠിപ്പിക്കുകയാണ്. ഏലിയാവിന്റെ കെരീത്തിലെ ജീവിതവാസത്തോട് ബന്ധത്തില് ഉള്ള ഗുണപാഠങ്ങളിൽ ഞാനിവിടെ കൺക്ലൂഡ് ചെയ്യുമ്പോൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ പ്രത്യേകമായി ഓർപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഫലകരമായൊരു ശുശ്രൂഷയ്ക്ക് ശേഷം കുറെ കാലത്തേക്ക് ഏകാന്തവാസത്തിനായി പ്രവാചകൻ അയക്കപ്പെടുകയാണ്. അതായത് ആഹാബിന്റെ മുമ്പാകെ നിന്ന് ഞാനും ഇനി കൽപ്പിച്ചിട്ടല്ലാതെ ഇനി ആകാശത്ത് നിന്ന് മഞ്ഞും മഴയും ഉണ്ടാവുകയില്ല എന്ന് പറഞ്ഞ് ആകാശം അടച്ചു കളഞ്ഞ് ആഹാബിന്റെ മുമ്പാകെ ദൈവത്തിന്റെ അരുളപ്പാടുകളെ ഫലകരമായ നിലയിൽ അറിയിച്ച ശേഷം കുറെ നാളത്തേക്കുള്ള ഏകാന്തവാസത്തിനായി അതേ ദൈവം അവനെ കെരീത്തിലേക്ക് പറഞ്ഞയക്കുകയാണ്. ഈ ഏകാന്തവാസം ഒരേ സമയത്ത് ജനത്തിനുള്ള ശിക്ഷയും പ്രവാചകനുള്ള അനുഗ്രഹവുമായിരുന്നു. അതായത് നാം വായിക്കുന്നത്, ജനത്തിന് 3 സംവത്സരവും 6 മാസത്തേക്കുള്ള ഭയാനകമായ ശിക്ഷ, ദേശത്ത് കൊടിയ വരൾച്ച, മഴയില്ലാത്ത കാലഘട്ടം. അതേസമയത്ത് പ്രവാചകന് കെരീത്തിലെ വാസം ഒരു അനുഗ്രഹമായിരുന്നു. പ്രവാചകനെ സംബന്ധിച്ചിടത്തോളം ജീവനുള്ള ദൈവത്തെ നേരിട്ട് എന്ന വണ്ണം കാണുവാൻ അവസരമാണ് കെരീത്തിലവനുണ്ടായത്. മനുഷ്യവാസമില്ലാത്ത കാട്ടരുവികൾ മാത്രമുള്ള വനപ്രദേശമായിരുന്ന മലഞ്ചെരിവിന്റെ ഏകാന്തതയിൽ അദ്ദേഹം ചെന്ന് ഏകാന്തപതികനായി അവിടെ ഇരിക്കുമ്പോൾ തനിക്കാകെയുള്ള സഹിത്വം തനിക്ക് തന്റെ മുമ്പാകെ ദർശനത്തിൽ വന്നു നിൽക്കുന്ന ദൈവം മാത്രമാണ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ പലപ്പോഴും ഏകാന്തതയുടെ തടവറയിലേക്ക് നാം മാറ്റപ്പെടുകയും കെരീത്തിന്റെ ഉൾവനങ്ങളിലേക്ക് നാം വലിഞ്ഞു മാറുകയും കാട്ടരുവികൾ മാത്രം നമ്മുടെ ജീവനോപാധിയായി മാറ്റപ്പെടുകയും കാക്കകളുടെ വരവിനെ നോക്കി കാത്തിരിക്കുകയും ചെയ്യുന്ന ജീവിത സാഹചര്യങ്ങളിൽ നമുക്ക് ലഭിക്കുന്ന ദൈവദർശനം എന്ന് പറയുന്നത് ദൈവത്തെ നേരിട്ട് കാണുന്ന അനുഭവമാണ്. അവിടെയാണ് ദൈവം ചില പാഠങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത്.
അങ്ങനെ ജീവനുള്ള ദൈവത്തെ നേരിട്ട് കാണുവാൻ സാധിച്ച അനുഭവം എന്ന് പറയുന്നത് പിൽക്കാല ജീവിതത്തിനും ശുശ്രൂഷയ്ക്കുമുള്ള ശക്തി ആർജിക്കുന്ന ദിവസങ്ങളായി പ്രവാചകൻ കണക്കാക്കി. ഒടുവിൽ നാം വായിക്കുന്നു, മനസ്സില്ലാ മനസ്സോടെ കെരീത്തിനോടും പ്രവാചകൻ ഗുഡ് ബൈ പറയേണ്ടായി വന്നു. അങ്ങനെ ഭൂമിയിൽ ഒരവസ്ഥയും, അതായത് കെരീത്താകട്ടെ, സരാഫ്തയാകട്ടെ, മരുഭൂമിയിലെ ചൂരച്ചയുടെ അനുഭവമാകട്ടെ, ആഹാബിന്റെ കൊട്ടാരമാകട്ടെ, ഗിലെയാദിലെ തിശ്ബിയിലുള്ള തന്റെ സ്വന്തം വാസസ്ഥലമാകട്ടെ, ഇതൊന്നും സുസ്ഥിരമല്ല എന്നുള്ള പാഠം ഒരു ദൈവത്തിനെ പഠിപ്പിക്കുന്ന അനുഭവത്തിന്റെ പാഠശാലയാണ് ഏലിയാവിന്റെ കെരീത്തിലെ നിവാസം എന്ന് പറയുന്നത്. സുസ്ഥിരമല്ലൊരു വസ്തുവും ഈ ഭൂമിയിൽ എന്നൊരു പാട്ടുകാരനിട്ടുണ്ട്. ഈ ഭൂമിയിൽ നമുക്ക് സുസ്ഥിരമായി അവകാശപ്പെടാൻ കഴിയുന്ന യാതൊന്നും ഈ ലോകത്തിൽ നമുക്കില്ല. ഞാൻ ഈ ക്ലാസ്സുകളുടെ ആദ്യ യാമത്തിൽ ഒരു ആംഗലേയ ഗാനത്തിന്റെ ശകലങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് അതിന്റെ ആത്മീയ ആശയം പറഞ്ഞ പോലെ ഇവിടെയും ഞാൻ പാട്ട് കണ്ടെത്തിയിട്ടുണ്ട്. ഇന്ന് പകല് ഞാൻ ഈ പാഠഭാഗം പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഒരു പാട്ട് എൻ്റെ ഇരിക്കുന്ന ഇൻസ്പിറേഷൻ എന്ന് കണ്ടെത്തി. ഒരു പഴയ പാട്ടാണ്. ജർമ്മനിയിലെ ഏറ്റവും വലിയ ഗാനരചയിതാവ് എന്ന സ്ഥാനപ്പേര് ലഭിച്ച പോൾ ഗെർഹാർട്ട് എന്ന് പറയുന്ന പ്രശസ്തനായ ഒരു ഗാനരചയിതാവ്. അദ്ദേഹം ജർമ്മൻകാരനാണ്. ആ പാട്ടിന്റെ ട്യൂണും ജർമ്മൻ ട്യൂണാണ്. ട്യൂൺ എനിക്ക് അറിയാൻ വയ്യ. ആ പാട്ട് ഞാൻ കണ്ടെത്തി. അതിന്റെ അർത്ഥം എന്നെ വളരെ ചിന്തിപ്പിച്ചു. ആ പാട്ട് അദ്ദേഹം അതിന്റെ 2 ശീലകളിൽ ഞാനിവിടെ കുറിച്ച് വെച്ചിട്ടുണ്ട്. ആ 2 ശീലകൾ ഇങ്ങനെയാണ് വായിക്കുന്നത്: ത്രൂ വേവ്സ്, ത്രൂ ക്ലൗഡ്സ് ആൻഡ് സ്റ്റോംസ്, ത്രൂ വേവ്സ്, ത്രൂ ക്ലൗഡ്സ് ആൻഡ് സ്റ്റോംസ്, ഗോഡ് ജെന്റ്ലി ക്ലിയേഴ്സ് ദ വേ. Through waves, through clouds and storms, God gently clears the way. We wait His time, so shall the night soon end in blissful day. We comprehend Him not, yet earth and heaven tell, God sits as sovereign on the throne and sheweth all things well. മനോഹരമായ ഒരു ജർമ്മൻ പാട്ടാണ്, ഒരു ക്രിസ്തീയ ഗാനമാണ്. അതിന്റെ അർത്ഥം ഇതാണ്: തിരമാലകൾ കൂടെയും കാർമേഘങ്ങൾ കൂടെയും കൊടുങ്കാറ്റ് കൂടെയും പ്രശാന്തമായി ദൈവം നമുക്ക് വഴിതെളിച്ച് നമ്മെ നടത്തിക്കൊണ്ടു പോകുന്നു. തിരമാലകൾ കൂടെയും കാർമേഘങ്ങൾ കൂടെയും കൊടുങ്കാറ്റുകൾ കൂടെയും പ്രശാന്തമായും ദൈവം നമുക്ക് വഴിതെളിച്ച് നമ്മെ നടത്തിക്കൊണ്ട് പോകുന്നു. നാം അവന്റെ സമയത്തിനായി കാത്തിരിക്കുന്നു. വി ആർ ഓൾ വെയിറ്റിംഗ് ഫോർ ഹിസ് ടൈം. അങ്ങനെ രാത്രി എത്രയും വേഗത്തിൽ അനുഗ്രഹിക്കപ്പെട്ട സുപ്രഭാതത്തിൽ ചെന്ന് അവസാനിക്കുന്നവൻ. അങ്ങനെ രാത്രി എത്രയും വേഗത്തിൽ അനുഗ്രഹീതമായ സുപ്രഭാതത്തിൽ ചെന്ന് അവസാനിക്കും. നാം അവനെ മനസ്സിലാക്കുന്നില്ല എങ്കിലും അവൻ തന്റെ സിംഹാസനത്തിൽ പരമാധികാരിയായി ഇരിക്കുന്നുവെന്നും സകലത്തെ നന്നായി ഭരിക്കുന്നുവെന്നും ഭൂമിയും സ്വർഗവും പറയുന്നുവെന്നാണ് ആ പാട്ടിന്റെ ആശയം. എത്ര മനോഹരമായ ആശയമാണ്! അന്ധകാരാവൃതമായ ജീവിത സാഹചര്യങ്ങളിലും കൊടുങ്കാറ്റിലും കാർമേഘ മുഖരിതമായ ജീവിത സാഹചര്യങ്ങളിൽ കൂടിയും ദൈവം എന്ത് ചെയ്യുന്നു? പ്രശാന്തമായി എന്നെയും നിങ്ങളെയും വഴി നടത്തുന്നു. രാത്രിയുടെ അനുഭവങ്ങളിൽ കൂടെ നാം കടന്നു പോകുമ്പോൾ ഒരു പകലിലേക്ക് അത് നടന്നെടുക്കുന്നുള്ള പ്രത്യാശ നമുക്ക് നൽകുന്നു. നാം അവന്റെ സമയത്തിനായി കാത്തിരിക്കുന്നു. അങ്ങനെ രാത്രി എത്രയും വേഗത്തിൽ അനുഗ്രഹിക്കപ്പെട്ട സുപ്രഭാതത്തിൽ ചെന്നെത്തുന്നു എന്നാണ് പാട്ടുകാരൻ പറയുന്നത്. അപ്പോഴും പറയാണ്, ഈ സാഹചര്യങ്ങളിൽ കൂടെയൊക്കെ നാം കടന്നു പോകുമ്പോഴും നാം അവനെ മനസ്സിലാക്കുന്നില്ല എങ്കിലും അവൻ തന്റെ സിംഹാസനത്തിൽ പരമാധികാരിയായിരിക്കുന്നുവെന്നും സകലത്തെയും നന്നായി ഭരിക്കുന്നുവെന്നും ഭൂമിയും സ്വർഗവും സാക്ഷ്യം പറയുന്നു. ദൈവത്തിന്റെ വഴികളെ മനസ്സിലാക്കുവാൻ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാകുകയും കർത്താവെ, എന്തുകൊണ്ട് ഈ ജീവിത സാഹചര്യത്തിൽ കൂടി ഞാൻ കടന്നു പോകേണ്ടായി വരുന്നു എന്ന് ചിന്തിച്ച് നാം വ്യാകുലപ്പെടുകയും ചെയ്യുന്ന സമയങ്ങളിലും സ്വർഗത്തിലെ ദൈവം പരമാധികാരിയായി സ്വർഗീയ സിംഹാസനത്തിൽ ഇരുന്നുകൊണ്ട് നമ്മെ ഭരിക്കുന്നു എന്ന് ഭൂമിയും സ്വർഗവും ഒരുപോലെ സാക്ഷ്യം പറയുന്നു എന്നാണ് ഈ പാട്ടുകാരൻ പറയുന്നത്. ഏലിയാവിന്റെ ജീവിതത്തിൽ അത് ശരിയാണ്. കെരീത്തിൽ ഒളിച്ചിരിക്കുവാൻ ദൈവം നിയമിച്ചൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. ആ കാലഘട്ടം എത്രയെന്ന് നമുക്കറിയാൻ വയ്യ. അവിടുത്തെ സമയം കഴിഞ്ഞപ്പോൾ ദൈവം പറഞ്ഞു, ഇവിടുന്ന് പുറപ്പെട്ടു പോകുക. അതിന് ദൈവം ചെയ്തത് ആദ്യം പ്രൊവിഷൻ ദൈവം സ്റ്റോപ്പ് ചെയ്തു. കെരീത്തിലിരിക്കുമ്പോൾ അവന് ലഭിക്കേണ്ടത് കാക്കയുടെ വരവ് മുഖാന്തരം ലഭിക്കുന്ന അപ്പവും ഇറച്ചിയും കെരീത്തോളിലെ വെള്ളവുമാണ്. ദൈവം എന്ത് ചെയ്തു? പ്രവാചകനെ അവിടുന്ന് വേറെ ഒരു അനുഭവത്തിന്റെ പാഠശാലയിലേക്ക് നടത്തുവാൻ ദൈവം കൊടുത്ത പ്രൊവിഷൻ ദൈവം തന്നെ സ്റ്റോപ്പ് ചെയ്തു. ദൈവം കൊടുത്ത പ്രൊവിഷൻ ദൈവം തന്നെ സ്റ്റോപ്പ് ചെയ്തപ്പോൾ മറ്റൊരു മാർഗം അതിനേക്കാൾ ബെറ്ററായി ദൈവം അവന് വേണ്ടി ഒരുക്കി. അവിടുന്നാണ് അവൻ സരാപ്തിയിലേക്ക് പോകുന്നത് നാം വായിക്കുന്നത്. ഒരു ദൈവദാസൻ പറഞ്ഞ ഒരു ആത്മീയ ചിന്ത പറഞ്ഞുകൊണ്ട് ഞാനിവിടെ അവസാനിപ്പിക്കട്ടെ. ബിഫോർ ഗോഡ് പ്ലേസസ് എ സെർവന്റ് ഓഫ് ഗോഡ് ഇൻ എ ബെറ്റർ ലാൻഡ്,
sometimes he permits him to stay in a bitter land. അതായത് ദൈവം അതിശ്രേഷ്ഠമായ ഒരു സ്ഥാനത്ത് ഒരു ദൈവഭക്തനെ ആക്കുന്നതിന് കുറെ കാലം മുമ്പ് അവൻ അല്പം കയ്പിന്റെയും പ്രയാസങ്ങളുടെയും അനുഭവം രുചിച്ചറിയുന്ന ഒരു സ്ഥലത്ത് അവനെ കുറെ കാലം ദൈവം ആക്കിയിരിക്കും. ഏലിയാവിന്റെ ജീവിതത്തിൽ ഈ ചിന്ത ഏറ്റവും സത്യമായി വെളിപ്പെട്ട് കാണുന്നു. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നമ്മൾ സൂക്ഷ്മമായി അപഗ്രഥിച്ചാൽ ഈ അനുഗ്രഹിക്കപ്പെട്ട ആത്മീയ സത്യം നമുക്ക് ജീവിതത്തിലൂടെ അന്വർത്ഥമാകുന്നത് കാണുവാനായിട്ട് സാധിക്കും. ഏലിയാവ് കിരീത്തിലായിരിക്കുവാൻ ദൈവമാണ് അവരെ നിയോഗിച്ചത്. കിരീത്തിലെ അവന്റെ ജീവിത ആവശ്യങ്ങൾ പ്രൊവൈഡ് ചെയ്യേണ്ടത് ദൈവത്തിന്റെ ആവശ്യമായിരുന്നു. When God's servant is in the will of God, in an appointed place ordered by God, God will provide for his needs. അതായത് ദൈവഹിതപ്രകാരം ദൈവത്തിന്റെ ദാസന്മാരായ നാം ദൈവം നിയമിച്ച സ്ഥലത്ത് ആയിരിക്കുമ്പോൾ നമ്മുടെ ആവശ്യങ്ങൾക്കായി ദൈവം അവിടെ നമുക്കായി കരുതും. അവിടെ ഞാൻ നിന്നെ പോറ്റിപ്പുലർത്തേണ്ടതിന് കാക്കയോട് കൽപ്പിച്ചിരിക്കുന്നു, ദൈവം ചെയ്തു. It is not at the place where we decide, but it is a place that where God appoints you. അതായത് ദൈവം നമുക്ക് വേണ്ടി നിയോഗിക്കുന്ന സ്ഥലത്താണ് ദൈവത്തിന്റെ കരുതലുകൾ ദൈവം നൽകുന്നത്. അത് നിശ്ചയമായും ദൈവം നൽകിയിരിക്കും. ഏതൊരു കാക്കയോട് ദൈവം കൽപ്പിച്ചോ ആ കാക്ക നിശ്ചയമായും പ്രവാചകന്റെ ആവശ്യത്തിനായി കൊണ്ട് കൊടുത്തിരിക്കും. അതാണ് ദൈവത്തിന്റെ വഴി എന്ന് പറയുന്നത്. യഹോവയുടെ വഴി തികവുള്ളത് എന്ന് തിരുവെഴുത്തിൽ നാം വായിക്കുന്നു. തികവുള്ള വഴി നമുക്കായി ഒരുക്കുന്ന നമ്മുടെ കർത്താവിന്റെ മുഖത്തേക്ക് നോക്കി അവിടെ നൽകുന്ന പ്രകാശത്തിൽ തുടർന്നും ജീവിപ്പാൻ ദൈവമായ കർത്താവ് നമ്മേവരെയും സഹായിക്കട്ടെ. കർത്താവിന്റെ നാമം മഹത്വപ്പെടട്ടെ. ക്രിസ്തുവിൽ നിങ്ങളുടെ സഹോദരൻ സുവിശേഷൻ ടൈറ്റസ് ഫ്രം ഇടയാർമുള. താങ്ക് യു.